പഠിക്കുന്നു. എന്തിനാണ് ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് കൊണ്ടുവന്നത്? ഞങ്ങളുടെ കുട്ടികൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. തികച്ചും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമുക്കറിയാം. ഒരു കോളേജിൽ പഠിപ്പിക്കാൻ ഒരു അധ്യാപികയ്ക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നുള്ളത് ഇവിടെ അനിമാഷ് സൂചിപ്പിക്കുകയുണ്ടായി. ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ പെട്ടെന്ന് നിയമം മാറുമ്പോൾ, നമുക്കറിയാം കാലത്തിനനുസരിച്ച് നിയമം മാറുമ്പോൾ അത് പ്രാബല്യത്തിൽ വരുന്നത് ആ നിയമം നടപ്പിലാക്കിയതിന് ശേഷമാണ്. അതിന് മുന്നേ ഉള്ളവരെ ഒക്കെ തന്നെ അവിടെ നിലനിർത്തിക്കൊണ്ടുള്ള നിയമമാണ് നടപ്പിലാക്കേണ്ടത്. അല്ലാതെ വർഷങ്ങളോളം പഠിപ്പിച്ച് അവിടെ ജോലി ചെയ്ത് അവരുടെ ഉപജീവന മാർഗമായി അത് കണ്ട് ആ തൊഴിലിനെ ആ ഉപജീവന മാർഗമാക്കി കണ്ടുകൊണ്ട് ജോലി ചെയ്തു വരുന്ന ആളുകള് ഒരു സുപ്രഭാതത്തിൽ അവരെ ഇവിടുന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഏതിന്റെ ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അവർ തന്നെ മറുപടി പറയേണ്ടതാണ്. കാരണം ഇവിടെ നമുക്കറിയാം യൂണിവേഴ്സിറ്റികളിൽ ഇപ്പൊ നിയമനം നടത്തുന്നത് ബന്ധപ്പെട്ട ആളുകളെയും കുടുംബക്കാരെയും ഒക്കെ തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മൾ കണ്ടല്ലോ. കോടതി പോലും നോക്കി നിൽക്കുകയാണ്. കോടതിയെ പോലും പുല്ലിന്റെ വില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ധിക്കാരപരമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഐക്യം എന്ന് പറയുന്നത് പ്രധാനമാണ്. ഈ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിനെ അഫിലിയേഷൻ കൊടുക്കാതെ അവരുടെ ഏതെല്ലാം തരത്തിൽ അവർക്കെതിരെയുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവന്ന് അത് തകർക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ മക്കളുടെ ആവശ്യമാണ്. നമുക്കറിയാം ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യത്തിലും നല്ല വിദ്യാഭ്യാസം, നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, നമ്മുടെ സ്കിൽഡ് ടീച്ചേഴ്സ് എവിടെ പോയി കഴിഞ്ഞാലും ക്വാളിഫിക്കേഷൻ വേണം വേണ്ട എന്നല്ല പറയുന്നത്. ഒരു യൂണിവേഴ്സിറ്റി മാനദണ്ഡ പ്രകാരം അത് യോഗ്യത നിശ്ചയിച്ചിട്ടുണ്ട്. ആ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട് ആളുകളും അതേപോലെ തന്നെ സ്കിൽഡ് എന്ന് പറയുന്നത്, സ്കിൽ എന്ന് പറയുന്നത് ഒരു പ്രധാനമാണ്. നമ്മൾ ഒരുപാട് ക്വാളിഫിക്കേഷൻ സ്ഥാനങ്ങളിലേക്ക് പോയി പഠിക്കുന്നു. എന്തിനാണ് ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് കൊണ്ടുവന്നത്? ഞങ്ങളുടെ കുട്ടികൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. തികച്ചും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമുക്കറിയാം. ഒരു കോളേജിൽ പഠിപ്പിക്കാൻ ഒരു അധ്യാപികയ്ക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നുള്ളത് ഇവിടെ അനിമാഷ് സൂചിപ്പിക്കുകയുണ്ടായി. ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ പെട്ടെന്ന് നിയമം മാറുമ്പോൾ, നമുക്കറിയാം കാലത്തിനനുസരിച്ച് നിയമം മാറുമ്പോൾ അത് പ്രാബല്യത്തിൽ വരുന്നത് ആ നിയമം നടപ്പിലാക്കിയതിന് ശേഷമാണ്. അതിന് മുന്നേ ഉള്ളവരെ ഒക്കെ തന്നെ അവിടെ നിലനിർത്തിക്കൊണ്ടുള്ള നിയമമാണ് നടപ്പിലാക്കേണ്ടത്. അല്ലാതെ വർഷങ്ങളോളം പഠിപ്പിച്ച് അവിടെ ജോലി ചെയ്ത് അവരുടെ ഉപജീവന മാർഗമായി അത് കണ്ട് ആ തൊഴിലിനെ ആ ഉപജീവന മാർഗമാക്കി കണ്ടുകൊണ്ട് ജോലി ചെയ്തു വരുന്ന ആളുകള് ഒരു സുപ്രഭാതത്തിൽ അവരെ ഇവിടുന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഏതിന്റെ ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അവർ തന്നെ മറുപടി പറയേണ്ടതാണ്. കാരണം ഇവിടെ നമുക്കറിയാം യൂണിവേഴ്സിറ്റികളിൽ ഇപ്പൊ നിയമനം നടത്തുന്നത് ബന്ധപ്പെട്ട ആളുകളെയും കുടുംബക്കാരെയും ഒക്കെ തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മൾ കണ്ടല്ലോ. കോടതി പോലും നോക്കി നിൽക്കുകയാണ്. കോടതിയെ പോലും പുല്ലിന്റെ വില